USCISൽ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് ഗ്രീൻ കാർഡ് കിട്ടാൻ കാത്തിരിക്കുന്ന പലരെയും ബാധിക്കും. കുട്ടികളുടെ പ്രായം കണക്കാക്കുന്ന രീതിയിൽ ഒരു പ്രധാന മാറ്റം വന്നു. ഈ മാറ്റം 2025 ഓഗസ്റ്റ് 15 മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന രീതിയിൽ ചില ഇളവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ മാറ്റം വരുന്നതോടെ പല കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കളുടെ ഗ്രീൻ കാർഡ് അപേക്ഷയിൽ ആശ്രിതരായി സ്ഥിരതാമസത്തിന് അർഹത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ മാറ്റമെന്ന് നോക്കാം. മുമ്പ് ഫെബ്രുവരി 2023 മുതൽ ഓഗസ്റ്റ് 2025 വരെ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് USCIS വിസയുടെ ലഭ്യത കണക്കാക്കാൻ ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് ചാർട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് വിസ ബുള്ളറ്റിനിലെ ചാർട്ട് B ആണ്. ഈ രീതിയിൽ അപേക്ഷകർക്ക് നേരത്തെ അപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ കുട്ടികളുടെ CSPA പ്രായം കുറയ്ക്കാൻ ഇത് സഹായിച്ചിരുന്നു. CSPA എന്നാൽ ചൈൽഡ് സ്റ്റാറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. പുതിയ രീതി 2025 ഓഗസ്റ്റ് 15 മുതൽ നിലവിൽ വന്നു. ഇതിൽ USCIS ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് ചാർട്ട് മാത്രമാണ് CSPA പ്രായം കണക്കാക്കാൻ ഉപയോഗിക്കുക. ഈ ചാർട്ടിലെ തീയതികൾ ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് ചാർട്ടിനേക്കാൾ 1 മുതൽ 10 മാസം വരെ വൈകിയാണ് കാണിക്കുന്നത്. അതായത് വിസ ലഭ്യമാകുന്ന തീയതി വൈകും. ഇത് കുട്ടികൾക്ക് പ്രായം കൂടാൻ കാരണമാവുകയും അർഹത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. CSPA പ്രായം എങ്ങനെ കണക്കാക്കാം? CSPA പ്രായം കണക്കാക്കാൻ ഒരു ഫോർമുലയുണ്ട്. CSPA പ്രായം = വിസ ലഭ്യമാകുമ്പോൾ ഉള്ള പ്രായം മൈനസ് അപേക്ഷയുടെ കാത്തിരിപ്പ് സമയം. ഒരു ഉദാഹരണം നോക്കാം. ഒരു കുട്ടിക്ക് വിസ കിട്ടാൻ അപേക്ഷിക്കുമ്പോൾ 22 വയസ്സുണ്ട്. അപേക്ഷ 2 വർഷം കാത്തിരുന്നു. CSPA പ്രായം = 22 - 2 = 20 വയസ്സ്. ഇയാളെ ചൈൽഡായി കണക്കാക്കാം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വിസ എപ്പോൾ ലഭ്യമായി എന്ന് അറിയുക എന്നതാണ്. അതിനായി ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് ചാർട്ട് മാത്രം ഉപയോഗിക്കണം. ഈ മാറ്റം ആർക്കൊക്കെ ബാധകമാകുമെന്ന് നോക്കാം. ജോലിയുടെ അടിസ്ഥാനത്തിൽ ഗ്രീൻ കാർഡ് അപേക്ഷിക്കുന്ന പല കുടുംബങ്ങളെയും ഇത് ബാധിക്കും. EB2 ഇന്ത്യ, EB3 എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് വളരെ പ്രയാസമുണ്ടാക്കും. EB2 ഇന്ത്യയിൽ ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. 2023 മാർച്ചിലെ കണക്കനുസരിച്ച് EB2, EB3 വിഭാഗങ്ങളിലുള്ള ഏകദേശം 1,34,000 ഇന്ത്യൻ കുട്ടികൾക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്നതിന് മുൻപ് പ്രായം കൂടാൻ സാധ്യതയുണ്ട്. പുതിയ നിയമം വരുന്നതോടെ ഈ എണ്ണം ഇനിയും കൂടും. കുടുംബത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുന്നവർക്കും ഇത് ബാധകമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന, ഫിലിപ്പീൻസ്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ആർക്കൊക്കെ ഇളവുണ്ട് എന്ന് കൂടി നോക്കാം. 2025 ഓഗസ്റ്റ് 15 മുമ്പ് അപേക്ഷിച്ചവർക്ക് പഴയ നിയമം ബാധകമാകും. അവർക്ക് ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് ചാർട്ട് ഉപയോഗിക്കാം. പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുണ്ട്. അപേക്ഷകർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായാൽ USCIS പഴയ നിയമം പരിഗണിക്കും. ഫെബ്രുവരി 2023 മുതൽ ഓഗസ്റ്റ് 2025 വരെയുള്ള കാലയളവിൽ വിസ ലഭ്യമായിട്ടും 1 വർഷത്തിനുള്ളിൽ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഈ ഇളവ് ലഭിക്കും. എന്തുകൊണ്ടാണ് ഈ മാറ്റം? USCIS പറയുന്നത് എല്ലാ ഏജൻസികളും ഒരേ രീതി പിന്തുടരാൻ വേണ്ടിയാണ് ഈ മാറ്റം എന്നാണ്. മുമ്പ് USCIS ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് ചാർട്ട് ഉപയോഗിച്ചു. ഇത് കൂടുതൽ ആനുകൂല്യം നൽകുന്ന രീതിയായിരുന്നു. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് എപ്പോഴും ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് ചാർട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കുറച്ചുകൂടി കർശനമായ രീതിയാണ്. അതുകൊണ്ട് അമേരിക്കയിൽ താമസം മാറ്റാൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് വഴി അപേക്ഷിക്കുന്ന കുട്ടികൾക്കും കോൺസുലാർ പ്രോസസ്സിംഗ് വഴി വിദേശത്ത് നിന്ന് അപേക്ഷിക്കുന്ന കുട്ടികൾക്കും വ്യത്യസ്ത രീതിയിലുള്ള പരിഗണന ലഭിച്ചിരുന്നു. ഇത് ഒഴിവാക്കാനാണ് പുതിയ മാറ്റം കൊണ്ടുവരുന്നത്. ഓഗസ്റ്റ് 15 മുമ്പ് അപേക്ഷിച്ചവർക്ക് പഴയ നിയമം ബാധകമാണ്. അതായത് ഫെബ്രുവരി 2023 ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് രീതി ഉപയോഗിക്കും. ഓഗസ്റ്റ് 15 ശേഷം അപേക്ഷിച്ചവർക്ക് പുതിയ നിയമം ബാധകമാണ്. അവർ ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് ചാർട്ട് ഉപയോഗിക്കണം. പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുകൾ ഉണ്ടാകാം. ഇത് ഓരോ കേസിനെയും ആശ്രയിച്ചിരിക്കും. 21 വയസ്സ് അടുക്കാറായ കുട്ടികൾക്ക് പുതിയ നിയമം മൂലം കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളപ്പോൾ തന്നെ വേഗം അപേക്ഷിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റു വഴികൾ തേടേണ്ടി വരും. ഒരുപക്ഷെ നിയമപരമായ സഹായം തേടേണ്ടി വരും. ഈ മാറ്റം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് നടപ്പാക്കിയ നിയമങ്ങളുടെ ഭാഗമാണ്. ഇത് കുടിയേറ്റ നിയമങ്ങളെ കൂടുതൽ കർശനമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ മാറ്റത്തെക്കുറിച്ച് പല നിയമവിദഗ്ധരും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുൻ DHS ഉദ്യോഗസ്ഥനായ ഡഗ് റാൻഡ് ഇതിനെ ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണിക്കുന്നു എന്നാണ് വിമർശിച്ചത്. ഈ മാറ്റത്തിനെതിരെ നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കുടിയേറ്റ സംരക്ഷണങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാന മാറ്റമാണ്. എങ്കിലും പുതിയ നിയമം നിലവിൽ വന്നു കഴിഞ്ഞു.